നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. സിബിൽ സ്കോർ എന്നാൽ എന്ത് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ബാങ്കിലേക്ക് ലോണിന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ ആദ്യം പറയുന്ന കാര്യം എന്താണ്? സിബിൽ സ്കോർ നമുക്ക് വേണം. സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താണ് സിബിൽ സ്കോർ എന്ന് നോക്കാം. അതെങ്ങനെയാണ് ബാങ്കിങ് മേഖലയിൽ ഇത്രയും ഒരു എഫക്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബാങ്കിൽ പ്രധാനമായിട്ടും ആളുകൾക്ക് വായ്പകൾ നൽകും, അതിനോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിക്കും. അപ്പം വായ്പകൾ, അതായത് ലോണുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് സെക്യൂർഡ് ലോണ്, രണ്ടാമത് അൺസെക്യൂർഡ് ലോണ്. അപ്പൊ സെക്യൂർഡ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഈട് നൽകിക്കൊണ്ടാണ് ലോൺ സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന പൈസയേക്കാൾ മൂല്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ബാങ്കിന് ഈടായിട്ട്, അതായത് സെക്യൂരിറ്റി ആയിട്ട് അവിടെ നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഗോൾഡ് ലോൺ, അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് നൽകിക്കൊണ്ടുള്ള ലോണ്, ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾസ് ആണ്. അതൊക്കെ സെക്യൂർഡ് ലോണിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഗോൾഡ് ലോണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഗോൾഡ് ലോൺ എടുക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള ഗോൾഡ് ബാങ്കിന്റെ പക്കൽ നമ്മൾ ഈടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലോണുകൾ നൽകുന്ന ബാങ്കിനെ സംബന്ധിച്ച് വളരെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, വളരെ റിസ്ക് കുറവാണ്. കാരണം ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിലും ആ ലോൺ എമൗണ്ടിനേക്കാൾ മൂല്യമുള്ള പ്രോപ്പർട്ടി ബാങ്കിന്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ ലോൺ അടച്ചില്ലെങ്കിലും അതിൽ നിന്നും അവർക്കത് ഈടാക്കുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ബാങ്കിന്റെ കാര്യം വളരെ സേഫ് ആണ്. അവർ റിസ്ക് ഫ്രീ ആയിട്ടാണ് ഇത്തരത്തിൽ ലോൺ നൽകുന്നത്. പക്ഷെ രണ്ടാമതൊരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ലോൺ എന്നാണ്. അതായത് സെക്യൂരിറ്റികളൊന്നും സ്വീകരിക്കാതെ, ഈടായിട്ട് ഒരു കാര്യവും സ്വീകരിക്കാതെ ബാങ്ക് ലോൺ നൽകുന്നു. ഉദാഹരണമായിട്ട് ക്രെഡിറ്റ് കാർഡൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ലോണും ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കും. ബാങ്കിന് റിസ്ക് കൂടുതലാണ്, അത് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരാളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ബാങ്ക് ലോൺ നൽകുന്നത്. അതായത് ഒരാളെ ഫൈനാൻഷ്യലി വിശ്വാസത്തിൽ എടുക്കുന്നു, അങ്ങനെയാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ലോൺ സ്വീകരിക്കുന്ന ആൾക്ക് ഫൈനാൻഷ്യലി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം, ഒരു വിശ്വാസ്യത ഉണ്ടാവണം. ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് വന്ന ഒരാൾ പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ മടിക്കും. പക്ഷേ കൃത്യമായിട്ട് തരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ധൈര്യം വരും. അതുപോലെ ബാങ്കുകൾക്ക് ഫൈനാൻഷ്യലി ക്രെഡിബിലിറ്റി ഉള്ള ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതിന് ഇഷ്ടമാണ്. അതിന് അവർക്ക് റിസ്ക് കുറവാണ്. പക്ഷേ ഫൈനാൻഷ്യലി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത് ബാങ്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ റിസ്ക് ആണ്. അപ്പൊ ബാങ്കിനെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഫൈനാൻഷ്യലി ക്രെഡിബിലിറ്റി ഉള്ളതാരാണ്, അതായത് നമ്മൾ പറയുന്ന വിശ്വാസ്യത ഉള്ളതാരാണ്, വിശ്വാസ്യത ഇല്ലാത്തത് ആരാണ്, അതായത് സാമ്പത്തികമായിട്ട് വിശ്വാസ്യതയുള്ള ആളാരാണ്, സാമ്പത്തികമായിട്ട് വിശ്വാസ്യത കുറഞ്ഞ ആളാണെന്ന് ബാങ്കിന് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരാളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിക്കാം, ബന്ധുക്കളോട് ചോദിക്കാം, കൂട്ടുകാരോട് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ഓരോ ആളുകളെയും പറ്റിയും അന്വേഷിക്കുക എന്ന് പറയുന്നത് ബാങ്കിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളുമാണ്. അത് മാത്രമല്ല അതിനുള്ള സമയമൊന്നും ബാങ്കിനില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ബാങ്ക് മറ്റ് ചില ഏജൻസികളുടെ സഹായം സ്വീകരിക്കും. അത്തരത്തിലുള്ള ഒരു ഏജൻസിയാണ് സിബിൽ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് സിബിലിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇപ്പൊ സിബിൽ പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരുപാട് ഏജൻസികളുണ്ട്. പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഏജൻസി സിബിൽ തന്നെയാണ്. ഇപ്പൊ സിബിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓരോ വ്യക്തിയുടെയും സാമ്പത്തികമായിട്ടുള്ള അവരുടെ വിശ്വാസ്യതയുടെ, അവരുടെ ക്രെഡിബിലിറ്റിക്ക് ഒരു സ്കോർ നൽകുകയാണ് സിബിൽ ചെയ്യുന്നത്. 300 മുതൽ 900 ഇടയിലുള്ള ഒരു സ്കോറാണ് സിബിൽ നൽകുന്നത്. അപ്പൊ സിബിൽ നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് വിശ്വസിക്കുവാൻ പറ്റുന്ന വ്യക്തിയാണ്, അതായത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ സിബിൽ സ്കോർ വരും. അദ്ദേഹത്തിനെ സാമ്പത്തികമായിട്ട് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ ചെറിയ സിബിൽ സ്കോർ വരും. അതായത് ഒരു വ്യക്തിയുടെ സാമ്പത്തികമായിട്ടുള്ള ക്രെഡിബിലിറ്റിക്ക് നൽകുന്ന സ്കോറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ സിബിൽ ഏജൻസി ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും, എല്ലാ ബാങ്കുകളുടെയും എല്ലാ ബ്രാഞ്ചുകളിലുമുള്ള അവിടുത്തെ ഉപഭോക്താക്കളുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ചരിത്രം, അതായത് ഹിസ്റ്ററി സിബിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ കസ്റ്റമേഴ്സും ലോണൊക്കെ എടുത്താൽ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ, മുടക്കം വരുത്തുന്നുണ്ടോ, കൃത്യമായിട്ട് അതൊക്കെ പേയ്മെന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അടയ്ക്കാതെ പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് സിബിൽ എന്ന് പറഞ്ഞ ഏജൻസി കളക്ട് ചെയ്ത് വെക്കുന്നു. ബാങ്കുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സിബിൽ എന്ന് പറഞ്ഞ ഏജൻസിക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഏത് സ്ഥലത്ത് നമ്മൾ അക്കൗണ്ട് എടുത്താലും, ഏത് ബാങ്കിൽ അക്കൗണ്ട് എടുത്താലും നമ്മൾ നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ സിബിൽ എന്ന് പറയുന്ന ഏജൻസിക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളുടെ ചരിത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിബിൽ എന്ന് പറയുന്ന ഏജൻസി നമുക്കൊരു സ്കോർ നൽകുന്നു. ആ സ്കോറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് ലോൺ അടയ്ക്കുന്ന ഒരാളാണ്, അതായത് ഓൺ ടൈം പേയ്മെന്റ് നൽകുന്ന ആളാണ്, നമുക്ക് സിബിൽ സ്കോർ കൂടുതലായിരിക്കും. ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിബിൽ സ്കോർ കൂടുതലാണ്. പക്ഷേ ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കാതെ ഇങ്ങനെ മുടക്കം ഇട്ടിരിക്കുന്ന ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കുറയും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ
ഫെഡറൽ ബാങ്കിൽ ഞാൻ ലോണിന് മുടക്കം വരുത്തിയാലും അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. കാരണം ഈ സിബിൽ എന്ന് പറയുന്ന ഏജൻസി എല്ലാ ബാങ്കുകളിൽ നിന്നും എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ഈ ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ആള് ഏത് ബ്രാഞ്ചിൽ പോയി സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തിയാലും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ വരും. അത് ഏത് ബ്രാഞ്ച് ആകട്ടെ, ഏത് ബാങ്ക് ആകട്ടെ, എവിടെ നടത്തിയാലും ആ ഒരു വ്യക്തി നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ ഡീറ്റെയിൽസ് സിബിൽ സ്കോറിനെ ബാധിക്കും. ഒരാളുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. അപ്പോൾ ഒരു മികച്ച സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സിബിൽ സ്കോർ തുടങ്ങുന്നത് 300ന്റെയും 900ന്റെയും ഇടയ്ക്കാണ്. ഒരു 850 മുകളിലുള്ള സിബിൽ സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സലന്റ് ആണ്. 750 മുകളിലുള്ള സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷേ താഴെയുള്ള സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല. ഒരു 500ലൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട സിബിൽ സ്കോർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തി ഒരു ലോണിന് വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വിശ്വാസ്യത പരിശോധിക്കാൻ വേണ്ടി ബാങ്കുകൾ ആദ്യമായിട്ട് തന്നെ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ സിബിൽ സ്കോർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.